ജീവിതം പിന്നീടൊരിക്കൽ തിരിഞ്ഞു നോക്കുമ്പോൾ സങ്കടം തോന്നരുത്. എത്ര വർഷം ജീവിക്കുന്നു എന്നതല്ല വിഷയം, ജീവിക്കുന്ന കാലം അല്ലാഹുവിന് വേണ്ടി ജീവിക്കുക. നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ദഅവത്ത് ചെയ്ത നബിയാണ്. 950 വർഷം ദഅവത്ത് ചെയ്ത നബിയാണ്. ബിനസ്ഫുൽ ഖുർആൻ, ശുദ്ധമായ ഖുർആനിന്റെ വളരെ വ്യക്തമായ പ്രഖ്യാപനം. അൽഫ ആമിൻ ഗൈറ 50, 1050 കുറവുള്ളൂ. 950 വർഷം, അത്രയും 9 നൂറ്റാണ്ട് ജീവിച്ച മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് മലക്കുൽ മൗത്ത് ചോദിക്കുന്നു, നൂഹ് നബിയേ, ദീർഘമായൊരു ജീവിതം കഴിഞ്ഞ് മരണത്തിലേക്ക് വരുമ്പോൾ എന്ത് തോന്നുന്നു നൂഹ് നബിയേ? എന്ത് തോന്നുന്നു? അങ്ങനെ ചോദ്യം ഉണ്ടല്ലോ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ. തെരഞ്ഞെടുപ്പൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് തോന്നുന്നു? തോറ്റവരോട് അവരോട് ചോദിക്കും എന്ത് തോന്നുന്നു, ജയിച്ചവരോട് ചോദിക്കും എന്ത് തോന്നുന്നു. ഒരു റിഫ്ലക്ഷൻ, കഴിഞ്ഞതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ. നൂഹ് നബിയെ, 950 വർഷത്തെ നിങ്ങളുടെ ജീവിതം കഴിഞ്ഞ് മരണത്തിന് കീഴടങ്ങുമ്പോൾ എന്ത് തോന്നുന്നു നൂഹ് നബിയെ? എങ്ങനെയുണ്ട് ജീവിതം? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ഇന്നമദ്ദുന്യാ, ദുന്യാവെന്ന് പറയുന്നത് ഖദാരിൻ ലഹു ബാബാൻ, 2 വാതിലുകളുള്ള ഒരു വീട് പോലെ. ദഖൽതു മിൻ ഹുനാ വഖറജ്തു മിൻ ഹുനാക്, ഒരു വീട്, ആ വീടിന്റെ ഒരു മുൻവാതിൽ, നേരെ കടന്നു ചെല്ലുന്നത് പുറത്ത് കടക്കാനുള്ള വാതിൽ. അങ്ങനെ 2 വീടുള്ള, 2 വാതിലുകളുള്ള ഒരു വീട്ടിലേക്ക് ഒരു വാതിലിലൂടെ കടന്ന് അടുത്ത വാതിലിലൂടെ ഞാൻ പുറത്തിറങ്ങിയതുപോലെ. അത്രേ ഉള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കൂ, 30, 40, 50 വയസ്സായ ആളുകൾ ഈ 50 കൊല്ലം ജീവിച്ചതിന്റെ ഒരു ദൈർഘ്യം ആലോചിച്ചാൽ മനസ്സിലാവുന്നുണ്ടോ? ഇന്നലെ കഴിഞ്ഞ പോലെ, മിഞ്ഞാന്ന് കഴിഞ്ഞ പോലെ ഒരു കൊല്ലത്തെ ദൈർഘ്യം തോന്നുന്നു. 60 കൊല്ലൊക്കെ ജീവിച്ചു, 70 കൊല്ലം ജീവിച്ചു, ഇനിയിപ്പോ 25 കൊല്ലായി, 30ആയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 30 ഞാൻ ജീവിച്ചു തീർത്തിട്ട് എത്ര കാലായി, എത്ര ദൈർഘ്യം തോന്നുന്നു? ഒന്നും തോന്നണില്ല. അങ്ങനല്ലേ? നമുക്ക് ആ ദൈർഘ്യം തോന്നൂലല്ലോ. മുതിർന്നവരെ കാണുമ്പോ നമുക്ക് 15 വയസ്സാണെങ്കിൽ 25, അതൊക്കെ അത്യാവശ്യം വയസ്സായിക്കണം മരിക്കാന്ന് പറയും. 25 വയസ്സിൽ ഒരു വാർത്ത കേൾക്കുന്നു, 35 വയസ്സായ ആൾ മരിച്ചു, ടൈമായിട്ടുണ്ട്. നമുക്ക് 35 പഠിച്ചവനായിട്ടില്ലല്ലോ, ചെറുപ്പക്കാരനായിട്ടാണ് അപ്പൊ മരിച്ചത് എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. 2 വാതിലുകളുള്ളൊരു വീട് പോലെ നൂഹ് നബി അലൈഹിസ്സലാം പറയാം. ഒരു വാതിലൂടെ കടന്നു, അടുത്ത വാതിലൂടെ പുറത്തിറങ്ങി. 950 കൊല്ലം ജീവിച്ചിട്ടും അതാണ്. മഹാനായ പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, ദാവൂദ് നബി അലൈഹിസ്സലാമിനോട്, സുലൈമാൻ നബി അലൈഹിസ്സലാമിനോടൊക്കെ ജീവിതത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര കാലം ജീവിക്കുന്നു എന്നതല്ല, ജീവിച്ച ചുരുക്കം കാലം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, وما اهتز عرش الله إلا لهالك وما اهتز عرش الله إلا لهالك سمعنا به إلا لسعد أبا عمري. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകൾ മരണപ്പെട്ടപ്പോഴാണ് അർശ് വിറങ്ങലിച്ചു എന്ന് നബി തങ്ങൾ പറഞ്ഞത് സ്വഹീഹായ ഹദീസ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ നബി തങ്ങൾ ചെരുപ്പ് അഴിച്ചു വെക്കുകയും കാല് മണ്ണിൽ ചവിട്ടി തള്ളവിരലിന്റെ മീതെ, കാല് മുഴുവൻ ചവിട്ടാതെ തള്ളവിരൽ ചവിട്ടിയാണ് നബി തങ്ങൾ ആ ജനാസയിലേക്ക് പോകുന്നത്. സ്വഹാബിമാർ ചോദിച്ചുവല്ലോ, ലിമയാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ അങ്ങ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുന്നത്? അങ്ങേക്ക് ചെരുപ്പ് ധരിച്ചുകൂടെ നബിയെ? അങ്ങ് കാല് നിലത്ത് വെച്ച് തന്നെ നടന്നൂടെ? എന്താ തള്ളവിരൽ കൊണ്ട് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, സ്വഹാബികളെ നിങ്ങൾക്കറിയുമോ, സഅദിന്റെ ജനാസയെ വഹിക്കാൻ 70,000-ഓളം മലക്കുകൾ മദീനയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അവരെ കാണുന്നുണ്ട്, അവർ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ എന്റെ കാലുകൊണ്ട് മലക്കുകളെ ചവിട്ടുമോ എന്ന് പേടിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ തള്ളവിരലിൽ നടക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം മദീനയിൽ വെച്ച് നടക്കുമ്പോൾ അങ്ങ് അല്ലാഹുവിന്റെ അർശ് വിറച്ചു, അർശ് പ്രകമ്പനം കൊണ്ടു. വമഹ്തസ്സ അർശുല്ലാഹി ഇല്ലാ ലിഹാലികിൻ
സമിഅനാ ബിഹി ഇല്ലാ ലിസഅദിൻ നബി അംരി. ഇനി പറയാൻ പോകുന്നത് അല്ലാഹുവിന്റെ അർശ് വിറക്കുമാർ 70,000 മാലാഖമാർ ജനാസയെ തശ്രീഅ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വരുമാർ. ഒരു മഹാനായ സ്വഹാബിക്ക് സ്ഥാനം കിട്ടാൻ മാത്രം എത്ര കാലം അമല് ചെയ്ത പുണ്യമാണ് സഅദ് റളിയല്ലാഹു അൻഹു വാരിക്കൂട്ടിയതെന്നറിയുമോ? 5 കൊല്ലം. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് 5 കൊല്ലമേ ആയിട്ടുള്ളൂ. 5 വർഷം. അതുകൊണ്ടാണ് 40 കൊല്ലമോ 50 കൊല്ലമോ കള്ളുകുടിയനായി നടന്ന്, തോന്നിവാസിയായി നടന്ന്, കുടുംബത്തെ പഴിചാരി, കുടുംബത്തെ നാണം കെടുത്തി നടന്ന് രാജ്യം വിട്ട് പിന്നീട് എപ്പോഴോ ബോധോദയമുണ്ടായി തിരിച്ചു വന്ന് 50 60 വയസ്സാകുമ്പോ ബുദ്ധിയൊക്കെ ഒന്ന് തെളിഞ്ഞ് ഒരു ഉംറക്ക് പോയി, ഒരു ഹജ്ജ് ചെയ്ത് ജീവിതമൊക്കെ ഒന്ന് മാറ്റണം എന്നൊരു തോന്നലുണ്ടായി. പള്ളിയിലേക്കുള്ള നടത്തവും പോകലുമായി സുബ്ഹിക്കും ഇശാഇനും ബശ്ശിരിൽ മശാഈന ഫിൽ ളുലമി ബിന്നൂരി താമി യൗമൽ ഖിയാമ. സുബഹി നിസ്കാരത്തിനും ഇശാ നിസ്കാരത്തിനും ഇരുട്ടിലൂടെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് പരിപൂർണമായ വെളിച്ചമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ വെളിച്ചം എല്ലാ കുരുത്തക്കേടും കളിച്ചതിന്റെ ശേഷം ഒരു 2 കൊല്ലം അങ്ങനെ ജീവിച്ചു. ആള് മരിച്ചു പോകുന്നു. പക്ഷേ ആ മരണം വല്ലാത്തൊരു മരണം. കണ്ടവർ പറയും, എന്തൊരു പുഞ്ചിരിയല്ലേ, ആ പഴയ മനുഷ്യനെ അല്ല, ആളങ്ങ് മാറിപ്പോയല്ലേ. ആ ഉംറ കഴിഞ്ഞതിൽ പിന്നെ അങ്ങാടിയുടെ കോലായകളിൽ വന്നിരിക്കാറില്ലല്ലോ അയാൾ. അതിന് പിന്നെ ആരെയും കുറ്റം പറഞ്ഞത് കണ്ടിട്ടില്ലല്ലോ. ആ നന്നായതിന് ശേഷം പിന്നെ ഒരു കുഴപ്പം നമ്മൾ കണ്ടില്ലല്ലോ. 2 കൊല്ലം, 1 കൊല്ലം, 3 കൊല്ലം, അത് മതി. അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ അത് മതി ഒരു മനുഷ്യനെ രക്ഷപ്പെടാൻ. സഅദ് റളിയല്ലാഹു അൻഹു 5 കൊല്ലം ചെയ്ത അമല് കൊണ്ടാണ് അർശ് വിറച്ചുപോയത്. അല്ലാഹുവിന്റെ അർശിന്റെ ഖവായിമുകൾ, അർശിന്റെ തൂണുകൾ വിറച്ചു എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 കൊല്ലമാണ് ജീവിച്ചത് ഹബീബിന്റെ കൂടെ. അത്ഭുതമല്ലേ? പക്ഷേ ആ 5 കൊല്ലം അത് മതി. 950 കൊല്ലം ജീവിച്ച നൂഹ് നബി അലൈഹിസ്സലാം 5 കൊല്ലം കൊണ്ട് ഏറ്റവും വലിയ ത്യാഗം ചെയ്ത മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പോരെ. എത്ര വലിയ ഭാഗ്യവാന്മാർ! ഒരുപാട് സഅദ്മാരുണ്ട്. സഅദ് ഇബ്നു മുആദാണിത്, സഅദ് ഇബ്നു ഉബാദയുണ്ട്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഒരുപാട് സഅദ്മാർ അൻസ്വാരികളായ നബിതങ്ങൾ ഇർമി ഫിദാക അബീ വ ഉമ്മി, ഇർമി യാ സഅദ് ഫിദാക അബീ വ ഉമ്മി എന്ന് നബിതങ്ങൾ പറഞ്ഞ വേറൊരു സഅദ് ഉണ്ട്, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.